ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈ ഒരു പ്ലീറ്റ്സ് മേക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ബൊട്ടീക്കിൽ ചെയ്യുന്ന അതേ പെർഫെക്ഷനോട് കൂടി തന്നെ നമുക്ക് വീട്ടിലും ഈ ഒരു പ്ലീറ്റ്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് സ്റ്റീം അയൺ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇതൊരു ഗൗണിലാണ് കേട്ടോ ഞാൻ ഈ പ്ലീറ്റ്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതുപോലെ സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഗൗണിൻ്റെ യോക്ക് പോർഷനിലാണ് കേട്ടോ ഈ പ്ലീറ്റ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് പ്ലീറ്റ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പാനസോണിക്കിൻ്റെ അയൺ ബോക്സ് ആണ് കേട്ടോ. ഇത് ഞാൻ 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അയൺ ബോക്സ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് വളരെ വെയ്റ്റ്ലെസ് ആണ്. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടും നമുക്ക് ബട്ടൺസ് കാണാം. അത് നമുക്ക് നമ്മുടെ വാട്ടർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനും നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിലേക്ക് ഇട്ട് കൊടുക്കാം, മീഡിയം മതിയെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ലിഡ് കാണാം, അത് നമുക്ക് ഇതിലൂടെയാണ് നമ്മൾ ഈ വാട്ടർ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മാക്സിമം വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് അറിയാനായിട്ട് നമുക്ക് ആ ഒരു സൈഡിലായിട്ട് ഒരു ലൈന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാട്ടർ ലെവലിന് വേണ്ടിയിട്ട് ലൈന് കൊടുത്തിട്ടുണ്ട്. മാക്സ് എഴുതിയിട്ട് ഒരു വരയും കൂടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നില്ലേ, അത്ര ഞാൻ വെള്ളം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ കൂടി പോകരുത്, മാക്സിമം അത്രയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ ഹോള് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഹോളിലൂടെ നമുക്ക് വാട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫങ്ഷൻസ് വരുന്നത്. അപ്പോൾ താഴെ ഭാഗത്ത് ഹോളുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തു കൂടിയും ഒക്കെ നമുക്ക് വെള്ളം ഇതുപോലെ ചീറ്റിച്ച് കൊടുത്തിട്ടും നമുക്ക് പെട്ടെന്ന് നമ്മുടെ ആ ഫാബ്രിക്കിലേക്ക് വെക്കുന്നതിന് പകരം ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. നമ്മുടെ ഫാബ്രിക്കിനെ നമ്മളെപ്പോഴും സേഫ്റ്റി ആയിട്ട് സൂക്ഷിക്കണമല്ലോ. അപ്പോൾ ആ ചൂട് നമ്മൾ നേരിട്ട് കൊടുക്കാതെ ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി ആദ്യം നമുക്കിതുപോലെ പ്ലീറ്റ്സ് ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പം ക്ലോത്ത് ഷിഫോണാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കയ്യിൽ ഒതുങ്ങാത്തൊരു ക്ലോത്താണല്ലോ. അപ്പോൾ നമ്മൾ മാക്സിമം ഇതുപോലെ പ്ലീറ്റ്സ് എടുത്തിട്ട് ജസ്റ്റ് ഒരു മുട്ടുസൂചി വെച്ചിട്ടൊന്ന് പിൻ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓരോ പ്ലീറ്റ്സും ഓരോന്നായിട്ട് ഇതുപോലെ വെച്ചിട്ട് 2-3 ഒരുമിച്ച് അങ്ങ് പിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ച് പിടിച്ചിട്ടൊന്ന് പ്ലീറ്റ്സ് ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് അപ്പോൾ തന്നെ അയൺ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിതുപോലെ മുഴുവനായിട്ട് ആ ഒരു ഭാഗം ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ടാണ് അയൺ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അയൺ ബോക്സ് ഓൺ ചെയ്തിട്ട് ഇത്രയും നേരം പ്ലീറ്റ്സ് എടുക്കാൻ നമുക്ക് കുറച്ചധികം ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അയൺ ബോക്സ് ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നതിലും ബെറ്റർ നമ്മൾ ആദ്യമേ ഇത് ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഭാഗം മൊത്തം പെട്ടെന്ന് തന്നെ അയൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്ലേറ്റ്സ് മേക്ക് ചെയ്യാനുള്ള സമയമാണ് നമുക്കിപ്പോൾ എടുക്കുന്നത്. ഒന്നാമത് ഈ ഒരു ക്ലോത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഒത്തിരി സമയം എടുത്തിട്ടാണ് ഈ ഒരു പ്ലേറ്റ്സ് മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അയൺ ബോക്സ് ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഇത്തിരി സമയം എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും, അത് നന്നായിട്ട് തന്നെ ആവി വരുന്നത് കാണാൻ പറ്റും. ഇത് നന്നായിട്ട് സ്റ്റീം ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഞാൻ ഈ ഒരു ചൂടിൻ്റെ ലെവലൊന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്, മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ അയൺ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പ്ലീറ്റ്സ് നന്നായിട്ട് എല്ലാ ഭാഗത്തും കൊള്ളുന്നത് പോലെ അയൺ ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് നമുക്ക് ആ ഒരു ബട്ടണും പ്രസ് ചെയ്ത് കൊടുക്കാം. അല്ലാതെ തന്നെ ഈ ഒരു ചൂട് ലെവൽ കുറക്കാനായിട്ട് ഈ ഒരു അയൺ ബോക്സ് തന്നെ താഴെ കൂടെയും അതിൻ്റെ ഒരു സ്റ്റീം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാബ്രിക്കിന് ഒരു കുഴപ്പം പറ്റാതെ തന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യാതെ തന്നെ നന്നായിട്ട് ഈ ഒരു പ്ലീറ്റ്സ് നമുക്ക് മേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പ്ലീറ്റ്സ് ആവാത്ത ഭാഗം ഇതുപോലെ ഞാൻ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പ്ലീറ്റ്സ് ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗൗണിൻ്റെ താഴെ ഭാഗം വരെ ഞാനിത് ചെയ്തെടുക്കുന്നില്ല, ഒരു ഹാഫ് പോർഷനിലാണ് ഈ ഒരു പ്ലീറ്റ്സ് മേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നന്നായിട്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ഫ്രോക്കിലും ഗൗണിലും സാരീസിലൊക്കെ പ്ലീറ്റ്സ് മേക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ അതേ ഇമ്പോർട്ടൻസ് തന്നെയാണ് നമ്മൾ അയൺ ചെയ്തെടുക്കുമ്പോഴും നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടുന്നത് നമ്മൾ അയൺ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ക്ലോത്ത്സൊക്കെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഈ ഒരു സ്റ്റീമർ വെച്ചിട്ട് അയൺ ചെയ്തെടുക്കാം. ഇതുപോലുള്ള ഷിഫോണിൻ്റെയും ഓർഗൻസയുടെ ഒക്കെ ക്ലോത്തൊക്കെ നമുക്ക് അയൺ ചെയ്തെടുക്കാൻ തന്നെ പേടിയായിരിക്കൂലേ, നമ്മുടെ ക്ലോത്ത്സ് കേടാവുമോ എന്ന് വിചാരിച്ചിട്ട്. ഇതുപോലുള്ള ക്ലോത്ത്സൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റീമർ വെച്ചിട്ട് തന്നെ ധൈര്യമായിട്ട് അയൺ ചെയ്തെടുക്കാം.
അപ്പം ഇതാണ് ഈ ഒരു ഗൗണിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.